ഇപ്പോൾ ആരോഗ്യനിലയിൽ തൃപ്തി വന്ന ശേഷം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ കാണുന്നുണ്ട്. അഭിസംബോധനയല്ല, അദ്ദേഹം വിശ്വാസികളെ കാണുന്നു എന്നുള്ള വലിയൊരു ആശ്വാസകരമായ ഒരു വാർത്തയാണ്. വിശ്വാസികളെ സംബന്ധിച്ച പ്രതീക്ഷാ നിർഭരമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് മാർപ്പാപ്പ അസുഖബാധിതനായി ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നത്. അതിനുശേഷം വലിയൊരു ആശങ്ക നിലനിന്നിരുന്നു അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്. കാരണം ഇരട്ട ന്യൂമോണിയ എന്നത് വലിയ ഗുരുതരമായൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിന് ശേഷം സഭാവിശ്വാസികൾ എല്ലാവരും, ആഗോള വിശ്വാസികൾ, കത്തോലിക്ക സഭയുടെ എല്ലാവരും വലിയ പ്രാർത്ഥന എല്ലാ പള്ളികളിലും നടത്തിയിരുന്നു. ജീവിതത്തിലേക്ക് മാർപ്പാപ്പ തിരിച്ചു വരണേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിശ്വാസികളെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു ദൃശ്യം. അത് വത്തിക്കാനെ സംബന്ധിച്ചോളം വളരെ പ്രതീക്ഷയുടെയും നാമ്പുകൾ. കാരണം ഇപ്പോൾ പെസഹ വരാൻ പോകുന്നു. വിശ്വാസികളെ സംബന്ധിച്ചോളം അവരുടെ വിശുദ്ധ നാളുകളാണ്. ആ നാളുകളിൽ തന്നെ മാർപ്പാപ്പയുടെ ഈ ഒരു സാന്നിധ്യം അവരെ സംബന്ധിച്ചോളം പ്രതീക്ഷ നിർഭരമാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വത്തിക്കാനിൽ നിന്നും കാണുന്നത് തത്സമയം. ഇന്നലെയാണ് വത്തിക്കാനിൽ നിന്ന് ആശ്വാസകരമായ വാർത്ത വരുന്നത്. മാർപ്പാപ്പ ആശുപത്രി വിടുന്നു എന്നൊരു വാർത്ത. നമുക്കറിയാം, അദ്ദേഹം രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ തുടരുന്ന സമയത്തൊക്കെയും വിശ്വാസി സമൂഹം പ്രാർത്ഥനയിലായിരുന്നു. ഫെബ്രുവരി 14 മുതൽ ജമല്ലി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇപ്പോൾ അതിന് മുൻപിൽ വന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമെന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കൂടി കാണും വിശ്വാസികളെ എന്നുള്ളതാണ്. കാരണം ആരോഗ്യാവസ്ഥ എത്രത്തോളം അതിന് ഗുണകരമാകും എന്ന് അറിഞ്ഞില്ല. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചോളം, ലോകത്തെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചോളം വലിയ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഒന്ന് അറിയുക, തൊട്ടറിയുക, അദ്ദേഹത്തെ ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ വത്തിക്കാനിലെത്തുന്ന ഒരുപാട് വിശ്വാസികളെ സംബന്ധിച്ചോളം അവിടുത്തെ ഹൃദയത്തിനേക്കുന്ന ഒരു സാന്ത്വന സ്പർശം കൂടിയാണ്. അപ്പോൾ അവരെ കാണുക കൂടി ചെയ്യുമ്പോൾ മാർപ്പാപ്പയെ സംബന്ധിച്ചോളം 80 വയസ്സ് പിന്നിട്ട അദ്ദേഹത്തെ സംബന്ധിച്ചോളം 85 വയസ്സ് പിന്നിട്ട അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു വലിയൊരു സാന്ത്വനം കൂടിയായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നത് വ്യക്തമാക്കുന്നുണ്ടല്ലേ പ്രജീഷ്. അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് വിശ്വാസികളെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഒരു മാസത്തിലധികമായി കടുത്ത ന്യൂമോണിയ ബാധിതനായി അദ്ദേഹം ആശുപത്രിയിൽ തുടരുമ്പോൾ വിശ്വാസി സമൂഹം എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. അദ്ദേഹം തിരിച്ചെത്തണം, അവർക്ക് അനുഗ്രഹം ചൊരിയാനും അതിനൊക്കെയായിട്ട് അദ്ദേഹം തിരിച്ചെത്തണം എന്നൊരു പ്രാർത്ഥനയിലായിരുന്നു വിശ്വാസി സമൂഹം. അതിനിടെയാണ് ഇന്നലെ ആശ്വാസകരമായ വാർത്ത വത്തിക്കാനിൽ നിന്ന് വരുന്നത്.